ക്രിപ്റ്റോ കറൻസീസ് ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്കാംസ് നാട്ടിൽ ഒരുപാടുണ്ട്. സോ ഓരോ കമ്പനീനെയും പിടിച്ച് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയ ടാസ്ക് ആണ്. സോ നിങ്ങൾക്ക് ഒരു സ്കാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രോജക്റ്റിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. സോ ഈ വീഡിയോ ഫുള്ളായി കാണുക. നിങ്ങളുടെ കാശും നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലാഭിക്കാം. ഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ്, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് എടുക്കുക ആൻഡ് സെർച്ച് ഫോക്കസ് TV. ആൻഡ് ഈ ചാനൽ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കമ്പനീസിന്റെ വീഡിയോസ് കാണാൻ പറ്റും. അതായത് 1 കോടി 2 കോടി 3 കോടി ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്ട്സ്, അങ്ങനെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോംസ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, AI ട്രേഡിംഗ്, ബോട്ട്, NFT മാർക്കറ്റ് പ്ലേസ്, അങ്ങനെ പല സ്കീമും പല പ്ലാനുകളും കാണാൻ പറ്റും. എല്ലാം സ്കാമാണ്. നിങ്ങളുടെ കമ്പനി അല്ല നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു തന്ന കമ്പനി ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ വഴിക്ക് പോകണ്ട. ഇനി ഈ മനുഷ്യൻ എന്ത് സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ അത് മൊത്തം 99% MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്കാം പ്രൊജക്ട്സ് ആണ്. സോ ആ വഴിക്ക് പോകണ്ട. ആൻഡ് സെക്കൻഡ് മെത്തേഡ്, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സുഹൃത്ത് പ്ലാനുമായിട്ട് വരികയാണ്. സോ ദ പ്ലാൻ ഈസ് ഒരു എമൗണ്ട് തരിക, നിങ്ങൾക്ക് വീക്കിലി ആൻഡ് മന്ത്ലി റിട്ടേൺസ് തരും. അതായത് നിങ്ങൾ 10 lakh ഇൻവെസ്റ്റ് ചെയ്യുക, അവർ നിങ്ങൾക്ക് വീക്കിലിയോ മന്ത്ലിയോ റിട്ടേൺസ് തരും. ഒരു വലിയ പെർസെൻറ്റേജ് റിട്ടേൺസ് തരിക. അവർ ഈ റിട്ടേൺസ് എങ്ങനെയാണ് തരുന്നത്? അവർ പറയും ഈ ഫണ്ട് കൊണ്ട് അവർ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു, AI ട്രേഡിംഗ് ബോട്ടാണ്, ലോസ് വരില്ല, ബ്ലാ ബ്ലാ ബ്ലാ. നത്തിങ് ഗോയിങ് ടു വർക്ക്. ഒരിക്കലും സാധിക്കാത്ത ഒരു പരിപാടിയാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ക്രിപ്റ്റോയിലായാലും സ്റ്റോക്സിലായാലും തരിക. ഇങ്ങനത്തെ സിസ്റ്റത്തിലേക്ക് പോകണ്ട. ആൻഡ് അവർ വേറെ കുറേ സാധനങ്ങൾ വരും. NFT മാർക്കറ്റ് പ്ലേസ്, ട്രേഡിംഗ്. ഇപ്പോൾ നാട്ടിൽ കളിക്കുന്ന ഒരു സാധനമുണ്ട്, NFT മാർക്കറ്റ് പ്ലേസ്, എന്തോ പോപ്പി വേൾഡ് എന്തോ പറഞ്ഞിട്ട്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. സോ എവറിത്തിങ് ഈസ് ജസ്റ്റ് ലിറ്ററലി സ്കാം. നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് തരും എന്ന് പറഞ്ഞ, റിട്ടേൺസ് തരും എന്ന് പറഞ്ഞ എല്ലാ സ്കീംസും സ്കാമാണ്. ആ വഴിക്ക് പോകണ്ട. ബിക്കോസ് ഇറ്റ്സ് ക്രിപ്റ്റോ ആൻഡ് ഇറ്റ് ഈസ് ടു വോളറ്റൈൽ. നത്തിങ് ഈസ് പെർമനന്റ് ഇൻ ദ ക്രിപ്റ്റോ മാർക്കറ്റ്. ആൻഡ് ഇതിന്റെ പുറമെ അവർ നിങ്ങളുടെ സൂം മീറ്റിങ്ങിൽ കൊണ്ടുപോയിരുത്തും, അല്ലെങ്കിൽ ഹോള് പരിപാടിയിൽ കൊണ്ടുവരുത്തും. പിന്നെ കുറച്ച് മോട്ടിവേഷൻ കൂടി തരികയാണെങ്കിൽ ഉറപ്പിച്ചോ, ഇറ്റ്സ് ജസ്റ്റ് അനദർ സ്കാം. ഒരു സ്കാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കണ്ടെത്താനുള്ള മൂന്നാമത്തെ മെത്തേഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആർ ഫെയിലിയർ. അതിന്റെ പ്രത്യേകിച്ച് ഇന്ന കമ്പനി ആ കമ്പനി ഒന്നുമില്ല. 99% ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹാസ് സർവൈവ്ഡ്. ഒരു കമ്പനിയും 10 വർഷത്തിന് മേലെ ഓടിയിട്ടില്ല. എല്ലാം പൂട്ടിപ്പാളിസായിട്ടുള്ളൂ. ആൻഡ് ദ തേർഡ് മെത്തേഡ്, ദ മോസ്റ്റ് കോമൺ ഫാക്ടർ, ഉടായ്പ നിങ്ങളെ വീട്ടിലേക്ക് നടന്നു വരുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇത് എല്ലാ MLM കമ്പനിയിലും സെയിം ആണ്. എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്കീമാണ്. അതിപ്പോൾ സോപ്പ്, ഷാമ്പു വെക്കുന്നതായാലും ശരി, ക്രിപ്റ്റോ ആയാലും ശരി, AI ആയാലും ശരി, ഇതില്ലാണ്ട്, ഈ സ്ട്രക്ചർ ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല. സോ ഈ സ്ട്രക്ചർ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു സ്കാമാണ്, നിങ്ങൾക്ക് മാറിയേക്കാം. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു ദ സ്ട്രക്ചർ. നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ നിങ്ങളെ എവിടെയും വിളിച്ചുകൊണ്ടുപോകും. അയാളുടെ കൂടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത വേറൊരു വ്യക്തി ഉണ്ടാവും. വെൽ ഡ്രസ്ഡ്, വെൽ ടിപ്പ് ടോപ്പ്, നല്ലൊരു പ്രീമിയം കാറിലേക്കും അയാൾ വരിക. ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹായ്, ഹലോ, സൗഹൃദ സംഭാഷണം, പിന്നെ കുറച്ച് സാമ്പത്തിക ശാസ്ത്രം. അതായത് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, നമ്മുടെ വാണ്ട്സും നീഡ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഒരുപാട് നീഡ്സ് ഉണ്ട്, അതെങ്ങനെ ഫുൾഫിൽ ചെയ്യാം, സൈഡ് ഇൻകം വേണമെന്ന് പറയും. ആൻഡ് സൈഡ് ഇൻകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ലാപ്ടോപ്പ് തുറക്കും. ഒന്നിക്ക് iMac, iPad, അല്ലെങ്കിൽ ഇത് മുന്തിൻ്റെ ലാപ്ടോപ്പ്. ഇത് തുറക്കുന്നു, ഒരു പ്ലാന് പറയുന്നു. പ്ലാൻ XYZ എന്തുമാകാം. അത് പ്രൊഡക്റ്റ് ബേസ്ഡ് MLM ആകാം, ക്രിപ്റ്റോ ബേസ്ഡ് MLM ആകാം, പിന്നെ AI ട്രേഡിംഗ് ബോട്ട്, ക്രിപ്റ്റോ കറൻസി, ഗോൾഡ് ട്രേഡിംഗ്, ബ്ലാ ബ്ലാ ബ്ലാ, XYZ, എനി പ്ലാൻസ്. ലാപ്ടോപ്പ് തുറക്കുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ. അത്ര പെർസെൻറ്റേജ്, ഇത്ര പെർസെൻറ്റേജ്, അയാൾ ഈ റാങ്ക് നേടിയ ഈ പ്രോഫിറ്റ്, ഗോൾഡ് റാങ്ക്, എമറാൾഡ് റാങ്ക്, ആ റാങ്ക്, ഇങ്ങനെ കുറേ റാങ്കിങ് സിസ്റ്റം. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ കലാശക്കൊട്ടില്ല, അതിൻ്റെ പ്രീവിയസ് കലാശക്കൊട്ടിന് മുന്നിലോട്ട് നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നാൽ, ആദ്യം പറഞ്ഞ് നിങ്ങൾ ഒന്നും കൊണ്ടുവരണ്ട. ഇനി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നാൽ, ഇടത് വലത്, ഇനി ഇടതും വലതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീ സ്ട്രക്ചർ, 2 പേരെ കൊണ്ടുവരിക. റെഫറൽ ഇൻകം, 2 പേരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പണ്ടത്തെ MLM ആവും, മണി ചെയിനും. അതിന് പറയുന്നത് റെഫറൽ സിസ്റ്റം. നമ്മുടെ റെഫറൽസ്, നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നാൽ, നിങ്ങൾ ആമസോണിൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്നു, നിങ്ങൾ ആ PDയിൽ ആൾക്കാരെ റെഫർ ചെയ്യുന്നു, ഈ PDയിൽ ആൾക്കാരെ റെഫർ ചെയ്യുന്നു, അവർ നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല. ഇവിടെ നിങ്ങൾ 2 പേരെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം പ്രോഫിറ്റ്. ഇതിൽ കേട്ട് ഒന്ന് ഹൈപ്പാവും. അതും കൂടി കഴിഞ്ഞ് ഈ സാധനം കൂടി തള്ളി മറിച്ചതിന് ശേഷം വന്നാളും കൂടെ ഇരിക്കുന്ന ആൾ തള്ളാൻ തുടങ്ങും. ബെൻസിന്റെ ചാവി മുന്നിൽ വയ്ക്കും, അല്ലെങ്കിൽ ഏത് വണ്ടിയാണോ അതിൻ്റെ ചാവി മുന്നിൽ വയ്ക്കും. ഞാൻ ഇത് വാങ്ങി, അത് വാങ്ങി, കുറെ ഫോട്ടോ കാണിക്കും. ഇയാൾ അത്ര ഉണ്ടാക്കി, ഇയാൾ ഇത്ര ഉണ്ടാക്കി, എല്ലാം കൂടി അങ്ങോട്ട് ഹൈപ്പിട്ടാണ് വയ്ക്കും. അതിനകത്ത് കുറച്ച് മോട്ടിവേഷൻ കൂടി തരും. ഇവിടെ നിങ്ങൾ വീണാൽ തീരും. ഇനി ഇവിടെ വീണില്ലെങ്കിലോ നിങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞു പോകും. അവിടെ നിങ്ങളുടെ സുഹൃത്ത്
ഇതിൻ്റെ കലാശക്കൊട്ട് പരിപാടിയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് കാറിലൊക്കെ ഇറക്കി കയറ്റി കൊണ്ടുപോയി ഒരു ഹാള് പരിപാടിയിലിടും. ഒരു പ്രീമിയം ഹാൾ, വളരെ മുന്തിയ ഇനം ഹോട്ടൽ, അതിൻ്റെ ഉള്ളൊരു ഓഡിറ്റോറിയം, ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കാർ പാർക്കിങ്ങിൽ ലക്ഷൂറിയസ് കാർസ്, ഹോളിലാണ് ഫുള്ള് ലൈറ്റ്, മൈക്ക്, ഫുൾ സെറ്റപ്പ്, ഫുൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല ഹൈ എനർജി വൈബിൾ ഹാള്. കൂട്ടത്തിൽ കുറെ കൂട്ടിട്ട കള്ളന്മാരും ഉണ്ടാവും. ഹാള് മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ ഹാളില് സീറ്റിംഗ് നിറഞ്ഞ് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഈ ഹാളിലെ പകുതി ആൾക്കാരും ഇവരുടെ ആൾക്കാർ തന്നെയാണ്, പകുതിയല്ല 90% ആൾക്കാരും ഇവരുടെ ആൾക്കാർ തന്നെയാണ്. അങ്ങനെ പരിപാടി തുടങ്ങുമ്പോൾ ഏതെങ്കിലും കൂട്ടിട്ട കള്ളൻ മുന്നിൽ മഴിക്കുമായിട്ട് വരും. നല്ല ഹൈ എനർജിക്കൽ ഗ്രീറ്റിങ്സ് ഒക്കെ തരും. എന്നിട്ട് ഏതോ ഒരുത്തനെ ബാക്കിൽ നിന്ന് വിളിക്കും. അവൻ ഈ വിളി കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് കോട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരും. സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറും. സ്റ്റേജിൽ കയറിയോടെ തന്നെ പൊന്നാടണീക്കലും മറ്റേ പൂക്കളം വിതറലും ഫുൾ ഭയങ്കര ഹൈപ്പ്. ഒരു സിനിമ തന്നെ സ്വീകരിക്കുന്ന പോലെ എന്തോ വലിയ ഓസ്കാർ അവാർഡ് കിട്ടി, എന്തോ വലിയ ജയം ജയിച്ച പോലെ ഇവനെ സ്റ്റേജിലേക്ക് വിളിക്കും. എന്നിട്ട് അവൻ 2 ട്രോഫി കൊടുക്കൽ, ഇങ്ങോട്ടൊരു പൊന്നാടടിക്കൽ, കുറെ ഹഗ്ഗിങ്ങും കെട്ടിപ്പിടുത്തും എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം ഇവന്റെ സ്പീക്ക് ആയിരിക്കും. ബിസിനസിനെ പറ്റി ഒരു സാധനവും പറയൂല. ഫുൾ മോട്ടിവേഷൻ. മറ്റേ റൊണാൾഡോ, എയർപോർട്ട്, മറ്റേ സച്ചിൻ ടെണ്ടുൽക്കർ, സേവാഗ്, മാസ് മോട്ടിവേഷൻ ആയിരിക്കും. ഈ മാസം മോട്ടിവേഷന് ശേഷം കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ, എക്സ്ട്രാ വരുമാനം, ഇതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, എത്ര രൂപ ഉണ്ടാക്കി, അവരെത്ര ഉണ്ടാക്കി, ഇവരെത്ര ഉണ്ടാക്കി, അങ്ങനെയുള്ള പല പരിപാടി. അങ്ങനെ ഏകദേശം നിങ്ങൾക്കൊരു വിശ്വസ്തത തോന്നും. ഓക്കെ, ഇതിൽ നിന്ന് കുറേ കാശൊക്കെ ഉണ്ടാക്കാം. അതിന് ശേഷമായിരിക്കും അടുത്ത പരിപാടി. ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ആദരിക്കൽ. ഓരോ റാങ്കിലുള്ള ആൾക്കാരുണ്ടാവും. ആ റാങ്കിലുള്ള ആൾക്കാരെ വിളിക്കും, ഒരു ട്രോഫി കൊടുക്കും, പൊന്നാടണിക്കും. അടുത്ത ആളെ വിളിക്കും, ട്രോഫി കൊടുക്കും, പൊന്നാടണിക്കും. ആൻഡ് കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ കാറിന്റെ ചാവി, മൻഷോ, പരിപാടിയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടേ കാശ് ഇട്ട് തീർന്നു. അതോടെ പരിപാടി തീർന്നു. ഇനി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ എന്താ വഴി? ഇതിൻ്റെ അന്ന് മാസാമാസം ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പറയും. പെട്ടെന്ന് കിട്ടണം എന്താക്കണം? 2 പേരെ കൊണ്ടുവരണം. ആൻഡ് നിങ്ങളും പിന്നെ 2 പേരെ കൊണ്ടുവരും. സെയിം സാധനം റിപ്പീറ്റ്. ഈ 2 പേരെ നിങ്ങൾ പിടിച്ച ഓളെ കൊണ്ട് ഇരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ലീഡർ ഓളെ കൊണ്ട് ഇരിപ്പിക്കും. പിന്നെയും ഇതേ സാധനം റിപ്പീറ്റ് അടിക്കും. ഈ ചെയിനാണ് പണ്ട് മണി ചെയിൻ എന്ന് പറയുന്നത്. ഈ ചെയിനിനെ മോഡിഫൈ ചെയ്ത സാധനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇതിന്റെ പുതിയ വേർഷൻസ് ആണ് ക്രിപ്റ്റോ, AI ട്രേഡിംഗ്, NFT മാർക്കറ്റ് പ്ലേസ്, ബ്ലാ 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 ബ്ലാ. ഒന്നും മാറിയിട്ടില്ല. പഴയ വീന് പുതിയ കുപ്പിയിൽ. സിമ്പിൾ. The scammers are the same fucking scammers. ജോയിൻ ചെയ്താൽ നിങ്ങൾ കുറച്ചു കാലം വർക്ക് ചെയ്യും. നിങ്ങൾ 2 ആളോട് പറയും, ആരും ചെയ്യൂല. അവസാനം നിങ്ങൾ നിർത്തും. ഇനി ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ച് ഇട്ട ഫണ്ടാണെങ്കിൽ ഇൻട്രസ്റ്റും കിട്ടാണ്ട് അതും അടത്തിയും. കമ്പനി കുറച്ച് കഴിഞ്ഞാൽ കൂട്ടും. ഈ ലീഡേഴ്സും പ്രൊമോട്ടേഴ്സും പിന്നെ എന്ത് ചെയ്യും? കുറച്ചു കാലം മിണ്ടാണ്ടിരിക്കും. ബട്ട് അവർ പിന്നെയും വരും, പുതിയൊരു കമ്പനിയും പുതിയ പേരുമായിട്ട്. കാരണം ഈ ലീഡേഴ്സും പ്രൊമോട്ടേഴ്സിനും അവർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂല. അവർ ഈ ലഹരി ആസ്വദിച്ചു, ഈ പണിയെടുക്കാണ്ട് ജീവിച്ചും, ഈ ഹൈപ്പും ആൾക്കാർ ഈ കയ്യടിയും സ്റ്റേജ് പരിപാടിയൊക്കെ അവർക്ക് അങ്ങോട്ട് സുഖിച്ചു. കാരണം അജാതി പട്ടി ഷൂവാണ് അവർ ഇറക്കിയിട്ടുണ്ടാവും അവരുടെ നാട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ. സോ അവർക്ക് ഇതല്ലാണ്ട് ഒരു വഴിയില്ല. ഇനി അങ്ങോട്ട് അവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലാണ്ട് ഒരു വഴിയില്ല. കാരണം നല്ല ജോലിയും വിദ്യാഭ്യാസം എല്ലാം കളഞ്ഞിട്ടായിരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഇറങ്ങി ജീവിതം മൂഞ്ചിയിരിക്കുന്നത്. മൂഞ്ചു എന്ന് പറഞ്ഞാൽ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. കടം വാങ്ങിച്ച BMW, മറ്റേ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച പ്രീമിയം കാർസ്, അതിനൊക്കെ അടവടക്കണ്ടേ? പിന്നെ ഡ്രസ്സ്, കോട്ട്, ഷൂ, പിന്നെ എന്താ പറയണ്ട, ഹോട്ടൽ സ്റ്റേ, ഇതിനൊക്കെ പൈസ വേണ്ടേ? കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലേക്ക് ഇവർ കാണിക്കുക. കാരണം ഇത് കാണിച്ചാലാണ് അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അടുത്ത എന്താ പറയണ്ട ആൾക്കാരെ കിട്ടുള്ളൂ. സോ ഈ കമ്പനി കൂട്ടിയതിനു ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അടുത്ത കമ്പനിയായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇവരുടെ സ്റ്റൈൽ. കമ്പനി പൂട്ടുന്നു, പുതിയ പേരും പുതിയ മേൽവിലാസമായിട്ട് പുതിയ കമ്പനിയുമായിട്ട് പുതിയ ആശയമായിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയായിട്ട് അവർ തിരിച്ചു വരും. ഇന്ത്യയിലും കേരളത്തിലും തരംഗമായ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് RMP. ഇപ്പോഴും യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് ഉണ്ട്. മറ്റേ രഞ്ജിനി ഹരിദാസൊക്കെ ആയിരുന്നു അതിന്റെ ആങ്കറൊക്കെ. 1 സ്റ്റേജ് പരിപാടിയൊക്കെ ഹെലികോപ്റ്ററൊക്കെ ആൾക്കാർ വന്നിറങ്ങി, ബെൻസൊക്കെ പോട്ടെ. ആ ടൈമിൽ അത്രയും തരംഗമുണ്ടാക്കിയ MLM കമ്പനി പൂട്ടി. അതിനുശേഷം വന്നൊരു സാധനമായിരുന്നു ബിസയർ. കേരളത്തിൽ കുറച്ച് പേർക്ക് അറിയാം, അതും പൂട്ടി. അതിനുശേഷം ടോട്ടൽ ഫോർ യു, അതും പൂട്ടി. അതിനുശേഷം 90s കിഡ്സിന്റെ തരംഗം, അത് ഞാൻ വരെ പോയി പെട്ടൊരു സാധനമായിരുന്നു
സ്മാർട്ട് വേ, നമ്മുടെ മേനോൻ സാർ പിള്ളേരുടെ കമ്പനി, ഒരു രക്ഷയുമില്ലായിരുന്നു. എൻ്റെ അമ്മോ, വൈബോട് വൈബ്, വൻ തരംഗമായിരുന്നു. സ്മാർട്ട് വേ അറിയാത്ത ഒരു മനുഷ്യല്ലേ. നിങ്ങൾ സ്മാർട്ട് വേയിൽ കാശിട്ടിട്ട് കാശ് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സ്മാർട്ട് വേന്റെ ശേഷം അതും പൊട്ടി. അതിലെ കുറെ ലീഡേഴ്സും കൂടി താമസ് പേ തുടങ്ങി. അതിലെ വേറെ കുറച്ച് ലീഡേഴ്സ് സ്പ്ലിറ്റ് ആയിട്ട് മെയിൻ ലീഡറും കൂടി ഇവോ ഗ്ലോബൽ എന്ന് പറഞ്ഞ് വേറെ കമ്പനി തുടങ്ങി. അതും കുറെ കാലം കഴിഞ്ഞ് പൊട്ടി. അവരെല്ലാം കൂടി ഇവോ താമസ് പേ എന്ന് പറഞ്ഞ് വീണ്ടും ഒരുമിച്ച് തുടങ്ങി. അതും പൊട്ടി. അതിൻ്റെ ഇടയിൽ വന്നൊരു വേറൊരു കിട്ടുന്ന സാധനം ഉണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസി വെച്ചിട്ട് MLM തുടങ്ങിയ മനുഷ്യൻ നിഷാദ്, ലോങ് റിച്ച് ഇന്റർനാഷണൽ, എല്ലാ കമ്പനിയും പൊട്ടി. അതും നിശ്ചിത ട്രേഡിംഗ് ഒക്കെ കൊടുക്കുന്നതല്ല, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന കമ്പനിയാണ് റിട്ടേൺസ്. ലോങ് റിച്ച്, ഹൈ റിച്ച്, മോറിസ് കോയിൻ ഇത് തന്നെ, ഫോർസാജ്, ബിറ്റ് മണി, ബിറ്റ് ക്യാഷ്, നമ്പേഴ്സ് ഓഫ് സ്കാംസ്. ചില്ലറൊന്നുമല്ല. നിങ്ങൾ പേപ്പർ കാണുമ്പോൾ ഇന്നേ പൊട്ടിയെന്നേ കാണുന്നുണ്ടാവുള്ളൂ. ഇവർ കേരളം നിന്ന് അടിച്ചുകൊണ്ട് വന്നത് കോടികൾ, 400 കോടി, 300 കോടി, 500 കോടി, 1000 കോടികളൊക്കെയാണ് ഇവിടുന്ന് ഓരോ MLM കമ്പനികൾ അടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് ആരുടെ പൈസയാണ്? നിങ്ങളുടെയും നമ്മുടെയും നാട്ടുകാരുടെ, സാധാരണക്കാരുടെ പൈസ. ഈ സ്കാമിന് മുൻതൂക്കം കൊടുക്കുന്ന ആരാണ്? ലീഡേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ്. ഈ സ്കാമിന്റെ ആശയം ഏതൊരു തലയിൽ ഉദിച്ച ഒരു മെയിൻ കള്ളന്റെ തലയിൽ ഉദിച്ചതായിരിക്കും. മുതലാളി ഒരിക്കലും മുന്നിൽ വരില്ല. മുന്നിൽ വരുന്നത് ലീഡേഴ്സും പ്രൊമോട്ടേഴ്സും ആണ്. ഈ ലീഡേഴ്സും പ്രൊമോട്ടേഴ്സും ഇപ്പൊ എവിടെ? ഈ RMBയുടെയും സ്മാർട്ട് വേയുടെയും താസ് വേയുടെയും ഒക്കെ ലീഡേഴ്സും പ്രൊമോട്ടേഴ്സും ഇപ്പൊ എവിടെ? അവർ തന്നെയാണ് ഇപ്പൊ പുതിയ MLM കമ്പനീസ് ആയിട്ട് വരുന്നത്, പുതിയ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ AI ട്രേഡിംഗ് ബോട്ടായിട്ട് കോഴിക്കോട് തനി എന്തേനും മേനോൻ സാർ പിള്ളേരുടെയും ചങ്ങയുണ്ടല്ലോ, 21 വയസ്സിൽ കാറൊക്കെ എടുത്ത ഒരു ചങ്ങയുണ്ട്, ഒരു കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ ഫേമസ് മനുഷ്യൻ. നിങ്ങൾക്ക് അറിയായിരിക്കും, കമന്റ് ചെയ്താൽ മതി. പിള്ളേരൊക്കെ ഇപ്പൊ KMCTത്തെ കുറച്ച് ടീമൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടിയിട്ട് ഒരു AI ട്രേഡിംഗ് ബോട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ കാശ് പോയൊരു കമന്റ്. അത് പിന്നെന്തൊക്കെയാ, ഫോർസാജ്, ഡോക്ടർ കെവിൻ, കുറെ ടീമുണ്ട്, കുറെ MLM കമ്പനീസ് വന്നു. എല്ലാം കുറച്ച് റോയൽ ക്യൂ. ഇതൊരു ഒന്നൊന്നര സാധനമായിരുന്നു. താമസ് പേയിലുള്ള കുറെ ആൾക്കാർ പോയിട്ട് റോയൽ ക്യൂവിൽ പോയി തലവെച്ചിട്ടുണ്ടായിരുന്നു. അവർ പുതിയ തുടങ്ങിയ AI ട്രേഡിംഗ് ബോട്ട്, അതും പൊട്ടി. സോ ലീഡേഴ്സിന് തൊലിക്കെട്ടിയാണ് സാർ. അവർക്ക് ഒരു പണിയില്ല. ഇപ്പൊ ഒരു പുതിയൊരു ഗോൾഡ് ട്രേഡിംഗ് നാട്ടിൽ കളിക്കുന്നുണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. കാശ് പോകുന്നവർ പോവും. ലീഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ? പണം ആദ്യം വരുന്നവർക്ക് കിട്ടും, ആദ്യം ജോയിൻ ചെയ്തു. സോ എൻറ്റയർലി ഇറ്റ്സ് യുവർ ചോയ്സ്. MLM പോയി തലവെക്കണം വേണ്ടിയോ ഇല്ലയോ എന്നുള്ളത്. സോ എന്റെ അഭിപ്രായമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ കാശാണ്. സോ ഇതൊക്കെയാണ് MLM മാർക്കറ്റിങ്ങിന്റെ സത്യാവസ്ഥ. സോ ഇങ്ങനത്തെ പ്രോജക്ട്സിൽ തലവെക്കാണ്ട് സൂക്ഷിച്ച് നോക്കിയും കണ്ടും പോവുക. ഇതുമായി വരുന്നവന്റെ ചവിട്ടി പുറത്താക്കുക. വീട്ടിൽ നിന്ന് ഗെറ്റ് ഔട്ട് ഹൗസ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു, അവൻ കുറച്ച് കഴിഞ്ഞ് സാധനമൊക്കെ പൂട്ടിയിട്ടും എല്ലാം തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരും. സോ ബെറ്റർ ഇങ്ങനത്തെ കമ്പനികളിൽ തലവെക്കാതിരിക്കുക. ഇനി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാശ് പോയത് പോയി, വേറെ ആളുടെ കാശ് നഷ്ടപ്പെടാതിരിക്കുക. സോ നമ്മൾ ഇനി സ്കാം എക്സ്പോസിങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല. ഒന്നാമത് എനിക്ക് ടൈമില്ല, ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്, ബിസിനസ്സും ജോലിയൊക്കെ മാനേജ് ചെയ്യണം. സോ ടൈമില്ല. സോ സ്കാം എക്സ്പോസിങ് വീഡിയോസ് ഇനി ചെയ്യുന്നതായിരിക്കില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്യുവർ ക്രിപ്റ്റോ എഡ്യൂക്കേഷൻസ് ആയിരിക്കും. നോട്ട് ജസ്റ്റ് ട്രേഡിംഗ്, നിങ്ങൾ ആ കോയിൻ വാങ്ങി ഈ കോയിൻ വാങ്ങി ആ പരിപാടി ഇവിടെ ഉണ്ടാവില്ല. സോ ബേസിക്കലി പ്യുവർ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്, Web3 സ്പേസ് എന്താണ്, Web3 സ്പേസിലെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ എവറി വെനസ്ഡേ 8 മണിക്ക് നമ്മൾ ലൈവ് സെഷൻസ് ഉണ്ടാവും. സോ ആ സെഷൻസിൽ നിങ്ങൾക്ക് സ്കാംസിനെ പറ്റിയും സ്കാം പ്രൊജക്ട്സിനെ പറ്റിയും ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So till then, bye. Thank you. Signing off.